നമസ്കാരം. ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ചൂടേറിയ ഒരു ചർച്ചാ വിഷയമാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സുരക്ഷാ ഭടന്മാരായിരുന്ന അനിൽ, സന്ദീപ് എന്നിവർക്കെതിരെയുള്ള SIT അന്വേഷണം. ഇക്കഴിഞ്ഞ ദിവസം നാം വളരെ മനോഹരമായ വിചിത്രമായ ഒരു കാഴ്ച കണ്ടു. അത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആയിരുന്നു. അവിടെ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാൻ ഇല്ലാതെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാധാരണക്കാർക്ക് ഉള്ള ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച. അതിൽ നിന്നും തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ്. അതായത് ഈ പിണറായി വിജയന് ഇപ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തോ കേരളത്തിൽ യാതൊരു വിധത്തിലും ഉള്ള സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭ്രാന്തായിരുന്നു എന്നുള്ളതാണ് എനിക്ക് സംശയം. ഏതിനും ഭ്രാന്തന്മാരൊക്കെ ചെയ്യുന്നത് പോലെ അദ്ദേഹം തൻ്റെ 20 മന്ത്രിമാരെയും കൂട്ടി ഒരു ബസ്സിൽ ഒരു നവകേരള യാത്ര നടത്തി. അങ്ങനെ 2023 ഡിസംബർ മാസം 15-ാം തീയതി അദ്ദേഹത്തിൻ്റെ ബസ്സും അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം ആലപ്പുഴയിലെ ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപത്ത് കൂടി കടന്നുപോയപ്പോൾ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, AD തോമസും, അദ്ദേഹം ഇപ്പോൾ MLA ആണ്, അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായ അജയ് കുര്യാക്കോസും ഈ പിണറായിക്കെതിരെ കരിങ്കൊടി പ്രകടനം നടത്തി. അന്ന് ഈ കരിങ്കൊടി പ്രകടനം നടത്തുന്നത് വലിയ ഒരു കുറ്റമായിരുന്നു. ഏതിനും പിണറായി വിജയൻ്റെ വണ്ടി കടന്നുപോയി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഈ ബസ്സിന് പുറകെ വന്നിരുന്ന എസ്കോട്ട് വാഹനത്തിൽ ഉണ്ടായിരുന്ന പോലീസുകാരായ അനിലും സന്ദീപും വണ്ടി നിർത്തി വെളിയിലിറങ്ങി. അതിനകം തന്നെ ഈ 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരുടെ കസ്റ്റഡിയിൽ ഇരുന്ന ആ 2 വ്യക്തികളെയും ഏതോ ഒരു മാരക ദണ്ഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ 2 പേരും മൃഗീയമായിട്ട് മർദ്ദിക്കുന്ന ഒരു കാഴ്ചയാണ് അന്ന് ജയ്ഹിന്ദ് TV-യുടെ വീഡിയോഗ്രാഫറായിരുന്ന ജ്യോതിഷ് എടുത്ത ഒരു വീഡിയോ. അത് വളരെ വൈറലാകുകയും നാം ഏവരും അത് കാണുകയും ചെയ്തു. അതിനെ തുടർന്ന് പേരിന് വേണ്ടിയിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എങ്കിലും അതിനുശേഷം മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്സിൻ്റെ, അതായത് ഒരു കഴമ്പും ഇല്ലാത്ത ഒരു കേസായിരുന്നു അത്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസുകാർ കോടതിയിൽ ഒരു റഫർ റിപ്പോർട്ട് നൽകുകയാണ്. അതിലൂടെ ആ കേസിനെ മായ്ച്ചു കളയാനാണ് ശ്രമിച്ചത്. എന്നാൽ ഈ കോടതി ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു പുനർ അന്വേഷണത്തിനാണ് ഉത്തരവിട്ടത്. അതിനുശേഷം 1.5 വർഷം കഴിഞ്ഞിട്ടും ഈ പിണറായി വിജയൻ്റെ സർക്കാർ ഇവരെ വിളിച്ചു വരുത്തുകയോ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയോ എന്തെങ്കിലും രീതിക്കുള്ള അന്വേഷണം നടത്തുകയോ ചെയ്തില്ല. ഇപ്പോൾ പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഒരു SITയെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയ ഷൗക്കത്ത് അലി ആണ്. സംഭവം നടന്ന ഉടനെ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കാരണഭൂതം മുന്നോട്ട് വരികയും തൻ്റെ അംഗരക്ഷകരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് എടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നാം നിയമപരമായിട്ട് പരിശോധിക്കണം. അദ്ദേഹം പറയാതെ പറഞ്ഞത് തനിക്ക് നേരെ ഒരു ഭീഷണിയും ഉണ്ടായില്ല, തന്നെ ആരും ആക്രമിക്കാനും വന്നില്ല, മറിച്ച് എൻ്റെ വണ്ടിയുടെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി 2 മണ്ടന്മാർ വന്നു. അപ്പോൾ തൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് ഉണ്ടായത്. അതായത് അവർ നടത്തിയത് ഒരു രക്ഷാപ്രവർത്തനം ആയിരുന്നു എന്നാണ് ഈ പിണറായി വിജയൻ നാം വിവരമുള്ള മലയാളികളുടെ മുന്നിൽ വിളിച്ചു കൂവിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അയാളും ഈ സംഭവത്തിന് ഒരു സാക്ഷിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അന്വേഷണം അയാളിലേക്കും നീങ്ങേണ്ടതുണ്ട്. അയാൾ ഇപ്പോൾ മുഖ്യമന്ത്രിയൊന്നുമല്ല, വെറുമൊരു MLA മാത്രമാണ്. അത് അയാളുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഇരിപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ SITക്ക് അയാളെ വിളിച്ചു വരുത്താനോ ചോദ്യങ്ങൾ ചോദിക്കാനോ അന്വേഷണം നടത്താനോ വേണ്ടി വന്നാൽ അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വരെ SITക്ക് കഴിയുകയും ചെയ്യും. അതിന് ഈ നിയമസഭാ സ്പീക്കറുടെ അനുമതിയൊന്നും തന്നെ ആവശ്യവും ഇല്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന യെല്ലോ ബുക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് Z+ കാറ്റഗറി ഉള്ള ഒരു മുഖ്യമന്ത്രിയുടെ ഈ സുരക്ഷാ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയുടെ ഈ ത്രെറ്റ് പെർസെപ്ഷൻ അസസ്മെൻറ്റ് നടത്തിയാണ് എത്രത്തോളം അയാൾക്കെതിരെ ഈ സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നുള്ള കാര്യത്തെ മുൻനിർത്തിയാണ് ഇത് ക്രമീകരിക്കുന്നത്. നമുക്കറിയാം ഒരു കാര്യം, അതായത് ഈ പിണറായി വിജയൻ ഈ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലത്തും തന്നെ അയാൾക്കെതിരെ യാതൊരു രീതിയിലും ഉള്ള സുരക്ഷാ ഭീഷണിയും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എവർക്കും തന്നെ അറിയാം. അത് അയാൾ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തോ അതല്ല ഇപ്പോൾ വെറും MLA ആയ സമയത്തോ അയാൾക്ക് നിർഭയം കേരളത്തിൻ്റെ ഏത് സ്ഥലത്തു കൂടി വേണമെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഇന്ദ്രനും ചന്ദ്രനും ഇടയിൽ കൂടി നടന്ന അദ്ദേഹത്തിന്
നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ട മലയാളികളുടെ മുന്നിലൂടെ നടന്നു പോകുന്നതിന് ഒരു ഭീഷണിയും അദ്ദേഹത്തിനില്ല. ആലപ്പുഴയിൽ പിണറായി വിജയൻ്റെ ബസ് കടന്നു പോയതിന് ശേഷമാണ് യാതൊരു കാരണവും ഇല്ലാതെ ഈ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ആൾറെഡി ആയിക്കഴിഞ്ഞ ഈ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ഈ അനിലും സന്ദീപും ചേർന്നിട്ട് അവരുടെ വണ്ടി നിർത്തി പുറത്തിറങ്ങിയതിന് ശേഷം ഇത്ര മൃഗീയമായി മർദ്ദിച്ചത്. അതിന് പിന്നിലുള്ള ചേതോവികാരം ഒന്നേ ഒന്ന് മാത്രമായിരുന്നു: ഞങ്ങൾ എന്ത് ചെയ്താലും പിണറായി ഞങ്ങൾക്ക് സംരക്ഷണം നൽകും, അതുകൊണ്ട് അതിനിടയിൽ ഇത്തിരി കൈത്തരിപ്പ് തീർക്കാം എന്ന് കരുതിയിട്ടാണ് ഇത്ര മൃഗീയമായിട്ട് ഒരു മനുഷ്യത്വരഹിതമായ രീതിയിൽ അവന്മാർ ഇവരെ ആക്രമിച്ചത്. ഈ കേസിലെ പ്രധാന സാക്ഷി ആയേക്കാവുന്നതും അതുപോലെ തന്നെ ഈ കേസിൻ്റെ അന്തിമ ഫലത്തെ, വിധിയെ സ്വാധീനിക്കാൻ കഴിയുന്നതുമായ ഒരു വ്യക്തിയാണ് ജയ്ഹിന്ദ് ടി വിയിലെ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത വീഡിയോഗ്രാഫറായ ജ്യോതിഷ്. അയാൾക്കെതിരെ ഇപ്പോൾ ഭീഷണിയുമായിട്ട് ഈ സഖാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത്, നിങ്ങൾ സാക്ഷി പറഞ്ഞാൽ ഞങ്ങൾ തട്ടിക്കളയും, പിന്നെ തട്ടിക്കളയും. ഇതേ അടവാണ് 1969 വാടിക്കൽ രാമകൃഷ്ണൻ കേസിലും ഈ സഖാക്കൾ എടുത്തത്. 1969 ഏപ്രിൽ മാസം 28 പട്ടാപ്പകലായിരുന്നു. ഒരു കവലയിൽ വെച്ചായിരുന്നു ആ കൊലപാതകം. അതിന് ഒട്ടേറെ ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നു. എന്നാൽ സഖാക്കൾ അവരെയെല്ലാം തന്നെ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് ജീവനിൽ ഭയമുള്ളതുകൊണ്ട് അവരാരും തന്നെ കോടതിയിൽ പോയിട്ട് സാക്ഷി പറയാനോ തെളിവ് കൊടുക്കാനോ തയ്യാറായില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം, തെളിവിൻ്റെ അഭാവത്തിൽ മാത്രം ഈ പിണറായി വിജയനെ അന്ന് കോടതി വെറുതെ വിട്ടു. അയാളാണ് കാലങ്ങൾ ഏറെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്യാപ്റ്റനായി മാറിയത്, കാരണഭൂതമായിട്ട് മാറിയത്, നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് മാറിയത്. എന്തൊരു ദയനീയ അവസ്ഥയാണ് നമ്മുടെ മലയാളികളുടേതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നാൽ ഇവിടുത്തെ ഭീഷണിക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. അതായത് 2024 ജൂലൈ മാസം 1 മുതലാണ് ഈ BNSS നിലവിൽ വന്നത്. അതിനു മുമ്പ് CRPC ആയിരുന്നു. അപ്പോൾ അന്ന് ഈ ഡിജിറ്റൽ എവിഡൻസിനൊക്കെ സെക്കൻഡറി വാല്യൂ മാത്രമേ ഉണ്ടായിരുന്നു. 2024 ജൂലൈ മാസം 1 മുതലാണ് ഈ ഡിജിറ്റൽ എവിഡൻസിന് പ്രൈമറി എവിഡൻസ് വാല്യൂ നിലവിൽ വന്നത്. അതുകൊണ്ട് ഈ സംഭവം നടന്നത് 2024 ജൂലൈ മാസം 1 മുൻപായതിനാൽ ഈ വീഡിയോയ്ക്ക് ഒരു സെക്കൻഡറി എവിഡൻസ് ആയിട്ട് മാത്രമേ കോടതി അതിനെ കാണൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ജ്യോതിഷിൻ്റെ മൊഴിയായിരിക്കും ഈ കേസിലെ അവസാന വിധിയിലേക്ക് നയിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അയാളെ എങ്ങനെയെങ്കിലും ഭീഷണിപ്പെടുത്തി കോടതിയിൽ പോകാനോ ഈ SITക്ക് മുന്നിലോ കോടതിയിലോ തെളിവ് മൊഴി കൊടുക്കാൻ തയ്യാറാകാൻ പാടില്ല എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അയാൾക്കെതിരെ ഇപ്പോൾ ഈ സഖാക്കൾ വധഭീഷണി മുഴക്കുന്നത്. SITയുടെ തലവൻ ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് SP ആയ ഷൗക്കത്ത് അലിയാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ ബൈയു പൗലോസും ഉണ്ട്, DOSP ആണ് അദ്ദേഹം. ഇവരെ രണ്ടുപേരെയും കുറിച്ചിട്ട് കേരളത്തിന് ഒരു പ്രത്യേക ധാരണ ഉണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ അന്വേഷണം നടത്തിയതും പ്രതികളെ സാഹസികമായിട്ട് കീഴ്പ്പെടുത്തിയതും ഷൗക്കത്ത് അലിയായിരുന്നു. അന്ന് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ കാറ് റോഡിൽ തടഞ്ഞു നിർത്തി അയാളെ വരെ അറസ്റ്റ് ചെയ്തത് ഷൗക്കത്ത് അലി ആയിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ന്യായമായ നീതിയുക്തമായ ഒരു അന്വേഷണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ കഴിയും. എങ്കിൽ പോലും അദ്ദേഹം ഈ പിണറായി വിജയനെ കൂടി ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ മുൻപത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇവർ ആത്മഹത്യക്കാണ് ശ്രമിച്ചത് എന്നുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും ഇതുപോലെ മാരകമായി അടിക്കേണ്ട യാതൊരു കാരണവും ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, ലാവ്ലിൻ കേസ് വർഷങ്ങളായിട്ട് സുപ്രീം കോടതി മുമ്പാകെ പെൻഡിങ് ആണ്. CBI ആണ് അവിടെ ആ കേസുമായിട്ട് പോയിരിക്കുന്നത്. പക്ഷേ CBI ആ കേസ് പ്രസ് ചെയ്യുന്നേയില്ല. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കേൾക്കാറുണ്ട് ഈ കേന്ദ്ര ഏജൻസികൾ വന്നിട്ട് പിണറായി വിജയനെയും മകളെയും ഒക്കെ വട്ടമിട്ട് പറക്കുന്നു എന്ന്. എന്നാൽ അവർ ലാൻഡ് ചെയ്യാൻ നേരെ മടങ്ങിപ്പോകുന്ന ദയനീയ കാഴ്ചയാണ് നാം കാണുന്നത്. അതുകൊണ്ട് ഈ പിണറായി വിജയനും ഈ BJP കേന്ദ്ര നേതൃത്വവും തമ്മിൽ വളരെ നല്ല ഒരു അവിഹിത ബന്ധം ഉണ്ടെന്നാണ് എൻ്റെ ന്യായമായ വിശ്വാസം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കേസിലെങ്കിലും ഈ ഷൗക്കത്ത് അലി സാറും സംഘവും ഈ പിണറായി വിജയനെ കൂടി ചോദ്യം ചെയ്യണം എന്നാണ് എൻ്റെ ആവശ്യം. ഈ 2 പ്രതികളും ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവായ വിജയൻ്റെ അംഗരക്ഷകർ ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വാർത്തകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും UDF സർക്കാർ അതിന് സമ്മതിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഈ കേസിലെ പ്രതികളായ അനിലും സന്ദീപും എടുക്കാൻ പോകുന്ന സ്റ്റാൻഡ്, ഡിഫൻസ് എന്തായിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഔദ്യോഗിക ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു, ഞങ്ങളുടെ
കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ ഇടപെട്ട് പോയത്. ഞങ്ങൾക്ക് ഈ വ്യക്തികളുമായിട്ട് പേഴ്സണലി യാതൊരു എനിമിറ്റിയും ഉണ്ടായിരുന്നില്ല. ഇവർ പിണറായി വിജയൻ്റെ ജീവന് ഭീഷണിയുണ്ടാക്കി, അതുകൊണ്ടാണ് ഞങ്ങൾക്കിതിൽ ഇടപെടേണ്ടി വന്നത് എന്നായിരിക്കും. എങ്കിലും കുഴപ്പമില്ല, അവർ സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു, അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിരുന്നു എങ്കിൽ തന്നെയും CRPC സെക്ഷൻ 197 പ്രകാരമുള്ള സർക്കാർ അനുമതി ഉണ്ടെങ്കിൽ, പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഉണ്ടെങ്കിൽ SITക്ക് ഒരു പ്രശ്നവുമില്ലാതെ ഇവർക്കെതിരെയുള്ള പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. ഏതിനും അടി കൊണ്ടതിൻ്റെ കെയർ ഓഫിൽ ആണെങ്കിൽ പോലും നമ്മുടെ AD തോമസ് ഇപ്പോൾ MLA ആയി. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ കേസിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത്. ഇതുപോലെയൊക്കെയുള്ള നിയമപരമായ മറ്റ് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.